മുംബൈയിൽ പരസ്യബോർഡ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 16ആയി. മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്ന ഘാട്ട്കോപ്പറിൽ പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയെ സഞ്ജയ് റാവത്ത് അപലപിച്ചു. ബിജെപി നേതാക്കളെ തെരഞ്ഞെടുപ്പ് മാഫിയകൾ എന്ന് വിളിച്ചാണ് റാവത്ത് വിമർശിച്ചത്. അതേസമയം ഉദ്ധവ് താക്കറെയെ ജാരസന്തതി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച നരേന്ദ്രമോദിക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷം നേതാവ് പറഞ്ഞു. മുംബൈയിൽ പരസ്യ ബോർഡ് തകർന്ന സംഭവത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും ചേർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തകർന്ന കാറിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തകരുടെ തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ 16 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. പരിക്കേറ്റ 74 പേർ ചികിത്സയിലാണ്. കൂറ്റൻ പരസ്യ ബോർഡ് 250 ടണ്ണിലേറെ ഭാരമുണ്ടെന്നത് രക്ഷാപ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കിയെന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേന പറയുന്നത്. അതേസമയം പരസ്യബോർഡ് ദുരന്തത്തിൽ 16ഓളം പേർ കൊല്ലപ്പെട്ട ഘാട്ട്കോപ്പറിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയെ സഞ്ജയ് റാവത്ത് അപലപിച്ചു. ബിജെപി നേതാക്കളെ തെരഞ്ഞെടുപ്പ് മാഫിയകൾ എന്ന് വിളിച്ചാണ് ശിവസേന താക്കറെ പക്ഷം നേതാവ് കുറ്റപ്പെടുത്തിയത്. ഉദ്ധവ് താക്കറെ ജാരസന്തതി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചാണ് ശിവസേന താക്കറെ പക്ഷം നേതാവ് संजय राउत प्रदेशवासियों विकार पंकुवचद. अगर उद्धव ठाकरे जी को कोई नकली संतान कहते हैं बाला साहब ठाकरे जी का और शिवसेना का, तो ये महाराष्ट्र का अपमान करते हैं. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമെന്നും संजय राउत ताकीद നൽകി. शायद मोदी जी ये भूल गए हैं, मोदी जी के दिमाग में कुछ गड़बड़ लगती है आजकल. और अगर कोई बाला साहब ठाकरे और माँ साहब मीनाताई ठाकरे का अपमान इस तरह से करता है तो महाराष्ट्र सहन नहीं करेगा. നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് മുന്നോടിയായി നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം പ്രവൃത്തി ദിവസമായതിനാൽ 10,000ങ്ങളെ ദുരിതത്തിലാക്കി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.